ഹലോ എവരിവൺ, വെൽക്കം ടു ലേൺ വിത്ത് ലോറൻസ്. ഇന്ന് OET പഠിക്കുന്ന നേഴ്സസ്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേഴ്സസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് അവിടുത്തെ ജോലി സാധ്യതകൾ. അപ്പം OET പഠിക്കുന്ന കുട്ടികൾ ഞങ്ങളോട് പറയുന്ന ഏറ്റവും വലിയ കൺസേൺ, പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവരങ്ങ് ആകെ ഡിസ്പായി പോവുകയാണ്. കാരണം യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും പലരുടെയും റിവ്യൂവും ഇപ്പം വിദേശത്തോട്ട് ജോലിക്കാൻ വേണ്ടി എത്തിയ കുട്ടികളുടെ സാഹചര്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് അവർ പറയുന്നത് അവിടെ ജോലിയില്ല, ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് OET പഠിക്കുന്നത്, എന്തിനാണ് IELTS പഠിക്കുന്നത് എന്നൊരു കൺസേൺ ആണ് ഏറ്റവും അധികം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ OET പഠിക്കുന്ന നഴ്സസ് അല്ലെങ്കിൽ IELTS പഠിക്കുന്ന നഴ്സസ് എങ്ങനെയാണ് ഈ സാഹചര്യത്തെ തരണം ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം എന്തുകൊണ്ടാണ് നിലവിൽ ജോലി പെട്ടെന്ന് കിട്ടുന്നില്ല, പല രാജ്യങ്ങളിലും കിട്ടുന്നില്ല എന്ന് പറയാൻ കാരണം, അതിന് കൃത്യമായൊരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോവിഡ് പാൻഡമിക്കിന് ശേഷം പല രാജ്യങ്ങളും കോവിഡ് കാരണം അങ്ങോട്ട് ആർക്കും എൻട്രി ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു. നേഴ്സസ് ആണെങ്കിൽ അവിടെ ഉള്ളവരെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. അങ്ങനത്തെ സാഹചര്യത്തിൽ ആ കോവിഡ് പാൻഡമിക് കഴിഞ്ഞതിന് ശേഷം ഒത്തിരി വേക്കൻസി പെട്ടെന്ന് വന്നു. ആ വേക്കൻസിയിലോട്ടാണ് ലാസ്റ്റ് 1 year ആയിട്ട് നേഴ്സസ് പോവുകയും അവിടെയുള്ള ഷോർട്ടേജ് മൊത്തം തീരുകയും ചെയ്തു. പിന്നെ എന്താ സംഭവിച്ചത്? അതിനുശേഷം ഓരോ രാജ്യങ്ങളിലും സാധാരണഗതിയിൽ വേക്കൻസികൾ വരുന്നത് പോലെയായി. അതായത് കോവിഡ് പാൻഡമിക്കിന് മുമ്പ് ഓരോ രാജ്യങ്ങളിലെ സാഹചര്യം എങ്ങനെയാണോ അതുപോലെയായി. പക്ഷേ ഇപ്പം നിലവിൽ പെട്ടെന്ന് അവിടെ ചെന്ന് സെറ്റിലായ കുട്ടികൾ അവർ പറയണത്, ഞങ്ങൾ വന്ന സമയത്ത് പെട്ടെന്ന് ജോലി കിട്ടുമായിരുന്നു, ഇപ്പം ജോലി കിട്ടുന്നില്ല. ഇതാണ് അവരുടെ റിവ്യൂ. പക്ഷേ എങ്കിൽ അവർക്കറിയില്ലാത്തൊരു കാര്യം, അവർ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇവിടുത്തെ വേക്കൻസീസ്, എങ്ങനെയായിരുന്നു ഇവിടെ കുട്ടികൾ രജിസ്ട്രേഷൻ കിട്ടിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടിയതിനു ശേഷം ജോലി കിട്ടിക്കൊണ്ടിരുന്നത്. ആ സാഹചര്യമാണ് ഇപ്പം നിലവിൽ ഇപ്പം ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK, അയർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ. അപ്പം പണ്ട് ഒരു 5-6 വർഷം മുമ്പ് എങ്ങനെയാണോ നേഴ്സസ് ഈ രാജ്യങ്ങളിലോട്ട് പോയിക്കൊണ്ടിരുന്നത്, ആ രീതിയിലാണ് ഇപ്പം നേഴ്സസിൻ്റെ സാധ്യതകൾ. ഈ ഒരു സാധ്യത കുറവാണ് എന്ന് കരുതിക്കൊണ്ട് നേഴ്സസ് OET പഠിക്കാണ്ടിരിക്കണോ അല്ലെങ്കിൽ IELTS പഠിക്കാതിരിക്കണോ? ഒരിക്കലും അങ്ങനെ പഠിക്കാതിരിക്കരുത്. കാരണം വിദേശത്തോട്ട് പോകാൻ അത്രമാത്രം ആഗ്രഹമുള്ള നേഴ്സസ് ആണെങ്കിൽ എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കാർ തിയറി എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ട്. അതായത് നമ്മൾ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം ഒരു വ്യക്തി സ്ട്രീറ്റിലോട്ട് ഇറങ്ങിയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ അവരോട് ചോദിക്കണം, നിങ്ങളിന്ന് എത്ര റെഡ് കാർ കണ്ടു എന്ന് ചോദിച്ചാൽ അവർ പറയും, ഞാൻ ഓർക്കണില്ല, മേ ബി 1 or 2 എന്ന് പറയും. ബട്ട് അവർ സ്ട്രീറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് അവരോട് പറയണം, നിങ്ങൾ ഒരു റെഡ് കാർ കണ്ടു കഴിഞ്ഞാൽ അതിന് ഞങ്ങൾ 500 രൂപ വെച്ച് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ട്രീറ്റിലോട്ട് പോകുമ്പം അവർ ആ റെഡ് കാറ് വരുന്നുണ്ടോ എന്ന് നോക്കും. അതുപോലെ നമ്മൾ ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു 5-6 വർഷം മുമ്പ് ഓസ്ട്രേലിയയിലോട്ടോ ന്യൂസിലാൻഡിലോട്ടോ അല്ലെങ്കിൽ UK-യോ അയർലൻഡോ US-ലോട്ടോ പോയ നേഴ്സസ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ്. മനസ്സിലായോ? വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ UPS എക്സാം, IAS IPS ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, ലിമിറ്റഡ് സീറ്റാണ്. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്ത്യയിൽ ഈ എക്സാം എഴുതുന്നത്. അവർക്ക് എല്ലാവർക്കും പാസ്സാകുമോ? ഒരിക്കലും ഇല്ല. അത് കിട്ടും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് അവർ പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇങ്ങനത്തെ രാജ്യങ്ങളിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന നേഴ്സസ്, ഐ ആം ഗോയിങ് ടു ബി ദ ബെസ്റ്റ്. ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ നേടും, എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ നേടും, എനിക്കുള്ള ജോലി ഞാൻ കണ്ടെത്തും എന്ന ആറ്റിറ്റ്യൂഡ് കൂടി വേണം നമ്മൾ OETയും IELTSും പഠിക്കാനും അതിനെ നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക എന്നതാണ്. കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇൻഫോർമേഷൻ്റെ കളിയാണ്. നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒക്കെ കിട്ടും. അധികവും ചിലപ്പോൾ പലരും അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അവരുടെ വ്യൂവർഷിപ്പിന് വേണ്ടിയോ സബ്സ്ക്രിപ്ഷന് വേണ്ടിയോ ഒക്കെ ചിലപ്പം പലതരത്തിലുള്ള വീഡിയോസ് ഇടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം സാധ്യതകൾ കുറവാണ് എന്ന് കരുതിക്കൊണ്ട് ഞാൻ OET പഠിക്കരുതോ, ഇപ്പോൾ നേഴ്സസിന് വിദേശത്ത് പോകാൻ സാധ്യതകൾ കുറവാണ് എന്ന് കരുതിക്കൊണ്ട് ഞാൻ IELTS പഠിക്കരുതോ? അങ്ങനെയല്ല. നമുക്ക് അവിടെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ആ ഒരു വേക്കൻസി അത് ഞാൻ കണ്ടെത്തിയിരിക്കും. അതുകൊണ്ട് ഞാൻ OET പഠിച്ച് പാസ്സാകണം, അല്ലേ? എൻ്റെ ആവശ്യമാണ്, എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്, എൻ്റെ കരിയർ ഗ്രോത്തിന് വേണ്ടിയുള്ളതാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ഒരു ചിന്തയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ഓൾ ദി വെരി ബെസ്റ്റ്.